Hello dear children, welcome back to English class. Today we are going to study a new chapter. The title of the chapter is An Indian American Woman in Space, Kalpana Chawla. This chapter is about Kalpana Chawla. We have already discussed about Kalpana Chawla. Anyway, we can look about her. Kalpana Chawla is an Indian American astronaut and the first Indian woman in space. So, Kalpana Chawla is the first Indian woman in space. ബഹിരാകാശത്ത് പോയ ആദ്യത്തെ ഇന്ത്യൻ വുമൺ ആരാണ്? കൽപ്പന ചൗളയാണ്. ഷീ ഈസ് ആൻ ഇന്ത്യൻ അമേരിക്കൻ ആസ്ട്രോനോട്ട്. ഓക്കെ. ഷീ വാസ് ബോൺ ഇൻ കർണാൽ, ഹരിയാന ഇൻ ഇന്ത്യ ഓൺ ജൂലൈ 1st, 1961. ജൂലൈ 1st, 1961 അവർ ഹരിയാനയിലെ കർണാൽ എന്ന ഒരു പ്ലേസിലാണ് ജനിച്ചത്. ഷീ ഡ്രീംഡ് ടു ബിക്കം എ സ്പേസ് സയൻറ്റിസ്റ്റ് ആൻഡ് ഷീ ഏൺഡ് എ ഡോക്ടറേറ്റ് ഇൻ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്. അവരൊരു സ്പേസ് സയൻറ്റിസ്റ്റ് ആവാനായിരുന്നു സ്വപ്നം കണ്ടിരുന്നത്. എന്നിട്ട് അതിന് ശേഷം അവർ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിൽ ഒരു ഡോക്ടറേറ്റൊക്കെ അവർ നേടി. ഇൻ 1994 കൽപ്പന വാസ് സെലക്റ്റഡ് ബൈ നാസ. അപ്പം 1994 കൽപ്പനയെ നാസ സെലക്ട് ചെയ്തു. നാസ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ US-ൻ്റെ ഒരു ഇൻഡിപെൻഡൻ്റ് ഏജൻസിയാണ്. അതുപോലെ സ്പേസ് റിസർച്ചൊക്കെ നടത്താനുള്ള ഒരു ഇൻഡിപെൻഡൻ്റ് ഏജൻസിയാണ് നാസ. നാസ ഈസ് ആൻ ഇൻഡിപെൻഡൻ്റ് ഏജൻസി ഓഫ് US ടു ഡു സം റിസർച്ചേഴ്സ് ലൈക്ക് സ്പേസ് റിസർച്ചേഴ്സ് ആൻഡ് ഓൾ. അപ്പോൾ അതെല്ലാം ചെയ്യാനുള്ളൊരു ഇൻഡിപെൻഡൻ്റ് ഏജൻസിയാണ് നാസ. അപ്പോൾ 1994 കൽപ്പനയെ നാസ സെലക്ട് ചെയ്തു. ഹർ ഫസ്റ്റ് സ്പേസ് മിഷൻ വാസ് ഇൻ 1997. 1997 അവരുടെ ഫസ്റ്റ് സ്പേസ് മിഷൻ. She died on February 1st, 2003 in the Space Shuttle Columbia disaster along with the other 6 crew members. അപ്പോൾ മറ്റ് 6 ഈ ക്രൂ എന്ന് പറഞ്ഞാൽ ആ ടീമിലുണ്ടായിരുന്ന മറ്റ് 6 ആളുകളുടെ കൂടെ അവർ ആ സ്പേസ് ഷട്ടിൽ കൊളംബിയയിൽ വെച്ചിട്ട് അതൊരു ഡിസാസ്റ്ററായിട്ട് മാറി. അപ്പോൾ അതായത് ഇവരുടെ സ്പേസ് ഷട്ടിൽ പൊട്ടിത്തെറിച്ച് പോവുകയാണ് ചെയ്തത്. അപ്പം അങ്ങനെ ആ ഡിസാസ്റ്ററിൽ വെച്ചിട്ട് അവർ മരിച്ചു. കൽപ്പന ചൗള ഡൈഡ് ഓൺ February 1st, 2003. February 1st, 2003 അവർ മരണമടയാണ് ചെയ്തത്. ഓക്കെ, നൗ വി ക്യാൻ മൂവ് ടു ദ ചാപ്റ്റർ. ഇത് കൽപ്പന ചൗളയെക്കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ്. ഇനി നമുക്ക് എന്താണ് ഈ ചാപ്റ്ററിലുള്ളതെന്ന് നോക്കാം. ഓക്കെ, there is a news report in your textbook. Now we can read the news report. Tragedy in space. US Space Shuttle Columbia breaks into flames. In an unprecedented space tragedy, US Space Shuttle Columbia carrying India-born American astronaut Kalpana Chawla and 6 others broke apart in flames as it streaked over Texas towards its landing strip on Saturday, 1st February 2003. Killing all 7 on board. So, the news report says that in an unprecedented space tragedy, unprecedented means never known or experienced before. ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു സ്പേസ് ട്രാജഡി ഉണ്ടായി. എവിടെയാണ്? US-ൽ, അമേരിക്കയിൽ. സ്പേസ് ഷട്ടിൽ കൊളംബിയ, അത് ആ ഒരു സ്പേസ് ഷട്ടിൽ ആണ്. ക്യാരിയിങ് ഇന്ത്യ ബോൺ അമേരിക്കൻ ആസ്ട്രോനോട്ട് കൽപ്പന ചൗള ആൻഡ് 6 others. അപ്പോൾ ഇന്ത്യയിൽ ജനിച്ച അമേരിക്കൻ ആസ്ട്രോനോട്ടായിട്ടുള്ള കൽപ്പന ചൗളയും പിന്നെ മറ്റ് 6 പേരും ഉണ്ടായിരുന്ന ഒരു സ്പേസ് ഷട്ടിലാണ് ഈ ട്രാജഡിയിൽ ഉണ്ടായിരുന്നത്. ബ്രോക്ക് അപ്പാർട്ട് ഇൻ ഫ്ലെയിംസ്. ഓക്കെ, ഈ സ്പേസ് ഷട്ടിൽ ബ്രോക്ക് അപ്പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രോക്ക് അപ്പാർട്ട് മീൻസ് ഗോട്ട് ഡിവൈഡഡ് ഇൻ ടു many parts. Sorry, it is not it is many. Okay, many pieces. അപ്പോൾ ഒരുപാട് പീസസ് ആയിട്ട് ഈ സ്പേസ് ഷട്ടിൽ ഡിവൈഡ് ചെയ്തു, മുറിഞ്ഞു പോയി. In flames as it streaked over Texas towards its landing strip on Saturday. Streaked over means moved very fast above.
അപ്പോൾ വളരെ വേഗത്തിൽ ഇങ്ങനെ വന്നപ്പോൾ ഈ സ്പേസ് ഷട്ടിൽ പൊട്ടി പല കഷ്ണങ്ങളായി ചിതറിപ്പോയി. അപ്പോൾ ഈ സ്പേസ് ഷട്ടിലുണ്ടായിരുന്ന 7 പേര്, ഇന്ത്യയിൽ ജനിച്ച അമേരിക്കൻ ആസ്ട്രോനോട്ടായിട്ടുള്ള കൽപ്പന ചൗള അടക്കം 7 പേര് മരിച്ചുപോയി. ഓക്കെ. The shuttle lost contact with NASA at about 9 a.m. as it came in for landing. അപ്പോൾ നാസ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഒരു ഇൻഡിപെൻഡൻറ്റ് ഏജൻസിയാണ്. നാസ ഇസ് എൻ ഇൻഡിപെൻഡൻറ്റ് ഏജൻസി ഓഫ് US. ഈ ഇങ്ങനെയുള്ള സ്പേസ് റിസർച്ചിനും ഒക്കെയുള്ള ഒരു ഏജൻസിയാണ് നാസ. അപ്പോൾ ഈ സ്പേസ് ഷട്ടിലിന് നാസയുമായിട്ടുള്ള കോണ്ടാക്റ്റ് ഒരു 9 AM ആയപ്പോഴേക്കും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. It was flying at an altitude of over 200,000 feet and traveling at over 20,000 kilometers per hour when ground control lost contact with the shuttle. So, when the ground control lost the contact with the shuttle, it was at an altitude of over 200,000 feet. 200,000 feet എബോവിലായിരുന്നു ഈ ഷട്ടിൽ ആ സമയത്ത് ഉണ്ടായിരുന്നത്. ആൻഡ് ട്രാവലിംഗ് അറ്റ് ഓവർ 20,000 kilometers per hour speed. Okay. Columbia had lifted off on 16 January 2003 from the Kennedy Space Center, Florida. Lifted off means left the ground and rose into the air. അപ്പോൾ ഇവിടുന്ന് ഈ ഗ്രൗണ്ടിൽ നിന്ന് ഉയർന്ന് പൊങ്ങി, അതാണ് ലിഫ്റ്റഡ് ഓഫ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ലിഫ്റ്റഡ് ഓഫ് ചെയ്തത് എന്നായിരുന്നു? 16th January 2003. 16th Januaryയിലായിരുന്നു അതിവിടെ നിന്ന് പോയത്. എവിടെ നിന്നാണ്? ഫ്രം ദ കെന്നഡി സ്പേസ് സെൻറ്റർ, ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെൻറ്ററിൽ നിന്നാണ് അത് ലിഫ്റ്റ് ഓഫ് ചെയ്തത്. ഓക്കെ. ഇറ്റ് ഹാഡ് സ്റ്റേഡ് ഇൻ ഓർബിറ്റ് ഫോർ 16 days and the 7-member crew conducted 80 experiments before it began its downward journey, which ended in tragedy. അപ്പോൾ എത്ര ദിവസം അവർ സ്പേസിൽ സ്റ്റേ ചെയ്തു? ഇറ്റ് ഹാഡ് സ്റ്റേഡ് ഇൻ ഓർബിറ്റ് ഫോർ 16 days ആൻഡ് ദ 7-member crew. അപ്പോൾ 16 days അവരവിടെ സ്റ്റേ ചെയ്തു. ദ 7-member crew കണ്ടക്റ്റഡ് 80 experiments. അപ്പോൾ ഇവർ 80 experiments അവർ തിരിച്ച് വരുന്നത്, ഡൗൺവേർഡ് ജേണി എന്ന് പറഞ്ഞാൽ തിരിച്ചു വരുന്നതിന് മുൻപായിട്ട് അവർ 80 experiments അവരവിടെ കണ്ടക്ട് ചെയ്തു. ഓക്കെ. ആൻഡ് ഇറ്റ് എൻഡഡ് ഇൻ എ ട്രാജഡി. അവരുടെ തിരിച്ചു വരുന്ന യാത്ര എന്തായി? ഒരു ട്രാജഡി ആയിട്ട് മാറി. ദിസ് വാസ് കൊളംബിയാസ് 28th സ്പേസ് ഫ്ലൈറ്റ് ആൻഡ് ദ ഷട്ടിൽ വാസ് സെറ്റ് ടു ബി ഗുഡ് ഫോർ 100 flights. Okay, so this is a news report about the tragedy in space, the Columbia tragedy. It is about the Space Shuttle Columbia tragedy. Okay. Now we can move to the chapter. I'll read the first paragraph. You please listen to me carefully. Kalpana Chawla said that she never dreamed as a child in Karnal that she would cross the frontiers of space. It was enough that her parents allowed her to attend engineering college after she graduated from Tagore School. Kalpana Chawla said that she never dreamed as a child in Karnal that she would cross the frontiers of space. Frontiers means borders. So, Kalpana Chawla said that she never dreamed as a child in Karnal. Karnal എന്ന പ്ലേസിൽ നമ്മൾ പറഞ്ഞു, അവിടെ ഹരിയാനയിലെ കർണാൽ എന്ന ഒരു റൂറൽ വില്ലേജിലാണ് കൽപ്പന ചൗള ജനിച്ചത്. അപ്പോൾ കർണാലിലെ ഒരു കുട്ടി എന്ന നിലയ്ക്ക് കൽപ്പന ചൗള ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അവർ ഈ പ്രപഞ്ചത്തിലെ ഈ ബോർഡേഴ്സ്, ബൗണ്ടറീസൊക്കെ ക്രോസ് ചെയ്ത് പോവും എന്ന് ഒരിക്കൽ പോലും അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് ഇറ്റ് ഈസ് എ വെരി റൂറൽ വില്ലേജ് അല്ലേ. അപ്പോൾ അവിടെ യു ക്യാൻ ഇമാജിൻ ഷി വാസ് ബോൺ ഇൻ 1961, റൈറ്റ്? അവർ 1961 ജനിച്ച ഒരാളാണല്ലേ. അപ്പോൾ ആ സമയത്ത് ഡ്യൂറിങ് ദാറ്റ് ടൈം ഗേൾസ് were not, like majority of the girls were not allowed to continue their education. അപ്പോൾ
ആ സമയത്തൊക്കെ പെൺകുട്ടികൾക്ക് അങ്ങനെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എഡ്യൂക്കേഷനൊന്നും ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അന്ന് അത്രയൊന്നും അലൗ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പെൺകുട്ടികളെ. അപ്പം അങ്ങനെ ഒരു സമയത്ത് അവരെ എൻജിനീയറിംഗ് കോളേജിലേക്ക് പാരൻസ് വിട്ടു എന്നത് തന്നെ അവർക്ക് വലിയൊരു കാര്യമായിരുന്നു. അപ്പോൾ അവരൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അവർ ഈ ബൗണ്ടറീസ്, സ്പേസിൻ്റെ ബൗണ്ടറീസൊക്കെ കടന്നു പോകുമെന്ന് അവരൊരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, സെക്കൻഡ് പാരഗ്രാഫ്. After a Bachelor of Science degree in Aeronautical Engineering, against great opposition from her father, she went for a master's degree to the United States of America. She later earned her PhD in Aerospace Engineering. She got her Bachelor of Science degree in Aeronautical Engineering. So we told that she, after graduated from Tagore School, she went to engineering college and she pursued Bachelor of Science degree in Aeronautical Engineering. Aeronautical Engineering. എന്താണ് Aeronautical Engineering എന്ന് പറഞ്ഞാൽ? Science or art involved with the study, design and manufacturing of air flight capable machines and techniques. അപ്പോൾ എയർ ഫ്ലൈറ്റ്, അതുപോലുള്ള കേപ്പബിൾ ആയിട്ടുള്ള മെഷീൻസ്, ടെക്നിക്സ്, ഇതിൻ്റെയൊക്കെ സ്റ്റഡി, അതിൻ്റെ ഡിസൈൻ, അതിനെക്കുറിച്ച്, അതിൻ്റെ മാനുഫാക്ചറിങ്, ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു മേഖലയെയാണ് നമ്മൾ എയറോനോട്ടിക്കൽ എൻജിനീയറിംഗ് എന്ന് പറയാം. എയർക്രാഫ്റ്റും അല്ലെങ്കിൽ എയർ ഫ്ലൈറ്റ് അങ്ങനെയുള്ള വെഹിക്കിൾസ് ഇല്ലേ, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു മേഖലയാണ് എയറോനോട്ടിക്കൽ എൻജിനീയറിംഗ്. അപ്പോൾ കൽപ്പന അവരുടെ ഡിഗ്രി ഏതായിരുന്നു? ബാച്ചിലർ ഓഫ് സയൻസ് ഡിഗ്രി ഇൻ എയറോനോട്ടിക്കൽ എൻജിനീയറിംഗ്. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം അഗെയിൻസ്റ്റ് ഗ്രേറ്റ് ഒപ്പോസിഷൻ ഫ്രം ഹെർ ഫാദർ, ഫാദറിൻ്റെ എതിർപ്പുകളൊക്കെ അവഗണിച്ചുകൊണ്ട് ഷി വെൻറ്റ് ഫോർ എ മാസ്റ്റേഴ്സ് ഡിഗ്രി ടു ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അപ്പോൾ മാസ്റ്റേഴ്സ് ഡിഗ്രി, ഇതിപ്പോൾ ബാച്ചിലർ ഓഫ് ഡിഗ്രി അല്ലേ എടുത്തത്, അപ്പോൾ മാസ്റ്റേഴ്സ് ഡിഗ്രി എടുക്കാൻ വേണ്ടിയിട്ട് അവർ അമേരിക്കയിലേക്ക് പോയി. She is a girl from Karnal, a rural village in Haryana. She did her bachelor's of degree in aeronautical engineering. After that, against great opposition from her father, she went for a master's degree to the United States of America. അപ്പോൾ അമേരിക്കയിലേക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി എടുക്കാൻ വേണ്ടി അവർ പോയി. She later earned her PhD in aerospace engineering. അപ്പോൾ അതിനുശേഷം PhD എടുത്തു. PhD എന്ന് പറഞ്ഞാൽ എന്താ? ഡോക്ടർ ഓഫ് ഫിലോസഫി. ഇപ്പോൾ നമ്മൾ ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സൊക്കെ കഴിഞ്ഞിട്ട് എടുക്കുന്ന ഡിഗ്രിയാണ് PhD, ഡോക്ടർ ഓഫ് ഫിലോസഫി. അപ്പോൾ കൽപ്പന PhD ഇൻ എയറോസ്പേസ് എൻജിനീയറിംഗും കംപ്ലീറ്റ് ചെയ്തു. Kalpana Chawla was the first Indian American woman astronaut to blast off from the launch pad at Cape Canaveral, Florida. Blast off means take off എന്നാണ്. ടേക്ക് ഓഫ് എന്നാണ് ബ്ലാസ്റ്റ് ഓഫ് എന്നുള്ളതിൻ്റെ മീനിങ്. ബ്ലാസ്റ്റ് എന്ന് ഒറ്റയ്ക്ക് മീനിങ് നോക്കരുത്, ബ്ലാസ്റ്റ് ഓഫ്. ബ്ലാസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ടേക്ക് ഓഫ്. അപ്പോൾ കൽപ്പന ചൗള വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ അമേരിക്കൻ വുമൻ ആസ്ട്രോനോട്ട് ടു ബ്ലാസ്റ്റ് ഓഫ് ഫ്രം ദ ലോഞ്ച് പാഡ് അറ്റ് കേപ്പ് കാനവറൽ, ഫ്ലോറിഡ. അപ്പോൾ അവിടെ നിന്ന് ആ ലോഞ്ച് പാഡ് എന്ന് പറഞ്ഞാൽ എന്താ? സോ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ലോഞ്ച് പാഡ്? ദ ഏരിയ ഓൺ വിച്ച് എ റോക്കറ്റ് സ്റ്റാൻഡ്സ് ഫോർ ലോഞ്ചിങ്. അപ്പോൾ ലോഞ്ചിങ്ങിന് വേണ്ടിയിട്ട് റോക്കറ്റൊക്കെ നിൽക്കുന്ന ഒരു സ്പേസാണ് ലോഞ്ച് പാഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെ നിന്ന് ആദ്യമായിട്ട് ടേക്ക് ഓഫ് ചെയ്ത ഒരു ഇന്ത്യൻ അമേരിക്കൻ വുമൻ ആസ്ട്രോനോട്ടാണ് കൽപ്പന. Her family from India cheered along with staff at the Kennedy Space Center as they watched the Columbia liftoff. Her family from India, അവളുടെ ഇന്ത്യയിലുള്ള അവളുടെ കുടുംബം ഇത് കണ്ട് അവരെന്ത് ചെയ്തു? അവർ വളരെയധികം സന്തോഷിച്ചു. ചിയേർഡ് എന്ന് പറഞ്ഞാൽ ഷൗട്ട് ഫോർ ജോയ് ടു എൻകറേജ്. നമ്മൾ ഒരാളെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് സന്തോഷം കൊണ്ട് നമ്മൾ ആർത്ത് വിളിക്കില്ലേ, അതിനെയാണ് നമ്മൾ ചിയേർഡ് അലോങ് വിത്ത് എന്ന് പറയാം. അപ്പോൾ her family from India cheered along with the staff at the Kennedy Space Center as they watched the Columbia liftoff. അപ്പോൾ ഈ കൊളംബിയ പോകുന്നത്, അത് അവിടുന്ന് പോകുന്നത് കണ്ടിട്ട് ഇവരെല്ലാവരും എന്ത് ചെയ്തു? വളരെയധികം സന്തോഷത്തോടെ ആർത്ത് വിളിച്ചു. ഓക്കെ,
So the third paragraph tells more about Kalpana. Okay, Kalpana was born in Karnal, Haryana. We have already told that, but was a naturalized US citizen, married to flight instructor Jean Pierre Harrison. So Kalpana was a naturalized US citizen. What is the meaning of naturalized? Naturalized means admit to the citizenship of a country. Admit to the citizenship of a country. കൽപ്പന വാസ് ബോൺ ഇൻ ഇന്ത്യ. ഇന്ത്യയിലാണ് ജനിച്ചത്. പക്ഷെ കൽപ്പന ഒരു US സിറ്റിസണായിട്ടുള്ള ജീൻ പിയറി ഹാരിസണിനെ കല്യാണം കഴിച്ചു. ജീൻ പിയറി ഹാരിസൺ വാസ് എ ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടർ. ഈ ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടറിനെ കൽപ്പന കല്യാണം കഴിച്ചു. അങ്ങനെ കൽപ്പന US സിറ്റിസൺഷിപ്പ് എടുത്തു. അപ്പം അങ്ങനെ നമ്മൾ വേറൊരു രാജ്യത്തിലെ സിറ്റിസൺഷിപ്പ് എടുക്കുന്നതിനെയാണ് നമ്മൾ നാച്ചുറലൈസ്ഡ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ കൽപ്പന വാസ് ബോൺ ഇൻ കർണൽ, ഹരിയാന, ആൻഡ് ഷീ വാസ് എ നാച്ചുറലൈസ്ഡ് US സിറ്റിസൺ. ഷീ ഗോട്ട് മാരീഡ് ടു ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടർ ജീൻ പിയറി ഹാരിസൺ. ഓക്കെ, ബിസൈഡ്സ് ബീയിങ് ആൻ astronaut, she was licensed to fly single and multi-engine land airplanes, single-engine seaplanes and gliders. അപ്പോൾ ആസ്ട്രോനോട്ട് മാത്രമായിരുന്നില്ല നമ്മുടെ കൽപ്പന. എന്താണ് ആസ്ട്രോനോട്ട് എന്ന് പറഞ്ഞാൽ? എ പേഴ്സൺ ഹു ഈസ് ട്രെയിൻ ടു ട്രാവൽ ഇൻ എ സ്പേസ് ക്രാഫ്റ്റ്. ഒരു സ്പേസ് ക്രാഫ്റ്റിൽ, അതായത് ഈ സ്പേസിലേക്കൊക്കെ പോകുന്ന വെഹിക്കിൾസ്, ഇതുപോലെയുള്ള സ്പേസ് ക്രാഫ്റ്റിൽ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്തിട്ടുള്ള ആളുകളെയാണ് നമ്മൾ എന്ത് പറയുക? ആസ്ട്രോനോട്ട് എന്ന് പറയാം. അപ്പോൾ ആസ്ട്രോനോട്ട് മാത്രമായിരുന്നില്ല കൽപ്പന. ഷി വാസ് ലൈസൻസ്ഡ് to fly single and multi-engine land airplanes. Now look at the word airplanes. നമ്മൾ പഠിച്ച സ്പെല്ലിംഗ് ഇത് തന്നെയാണോ? നമ്മൾ എന്താ പഠിച്ചത്? എയ്റോപ്ലെയിൻ അല്ലേ? AEROPLANES. അപ്പോൾ ഇതെന്താ, ഇതിൽ തെറ്റിപ്പോയതാണോ? നോ, ദിസ് ഈസ് അമേരിക്കൻ ഇംഗ്ലീഷ്. ഇത് അമേരിക്കൻ ഇംഗ്ലീഷിലെ സ്പെല്ലിംഗ് ആണ് എയർപ്ലെയിൻ എന്ന്. ഓക്കെ, AIRPLANES. നമ്മളൊക്കെ ഫോളോ ചെയ്യുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷാണ്. നമ്മൾ ഇന്ത്യൻസ് ഫോളോ ചെയ്യുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷാണ്. അപ്പം അമേരിക്കൻ ഇംഗ്ലീഷും ബ്രിട്ടീഷ് ഇംഗ്ലീഷും തമ്മിൽ ചില വാക്കുകൾക്കൊക്കെ സ്പെല്ലിങ്ങിൽ ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, നമ്മളിനി അതിലേക്ക് വരും. അപ്പോൾ ഇത് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. എയർപ്ലെയിൻ എന്നാണ് അമേരിക്കൻ ഇംഗ്ലീഷിൽ പറയാം, ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ എയ്റോപ്ലെയിൻ എന്നാണ്. ഓക്കെ, സോ she was licensed to fly single and multi-engine land airplanes, single-engine seaplanes and gliders. അപ്പോൾ കൽപ്പന ഒരു ആസ്ട്രോനോട്ട് മാത്രമായിരുന്നില്ല. ഈ എയർപ്ലെയിൻസും പിന്നെ സീപ്ലെയിൻസും ഗ്ലൈഡേഴ്സൊക്കെ ഫ്ലൈ ചെയ്യാനുള്ള ലൈസൻസ് കൽപ്പനയ്ക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, ഷി വാസ് ഓൾസോ എ സർട്ടിഫൈഡ് ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടർ. അവർ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടർ കൂടിയായിരുന്നു. ഓക്കെ, ആഫ്റ്റർ ക്വാളിഫൈയിങ് ആസ് എ പൈലറ്റ്, അവരൊരു പൈലറ്റ് ആയതിനു ശേഷം കൽപ്പന ബിഗാൻ ടു കൺസിഡർ അനദർ ചലഞ്ച്. അപ്പോൾ കൽപ്പന ഒരു ആസ്ട്രോനോട്ടായി, അതിനുശേഷം ഒരു പൈലറ്റായി, പിന്നെ ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടറായി. പക്ഷേ കൽപ്പന ഒരു ചലഞ്ച് കൂടി ഏറ്റെടുത്തു. എന്തായിരുന്നു ആ ചലഞ്ച്? അപ്ലൈയിങ് ടു നാസാസ് സ്പേസ് ഷട്ടിൽ പ്രോഗ്രാം. നാസ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അത് US-ൻ്റെ ഒരു ഇൻഡിപെൻഡൻറ്റ് ഏജൻസിയാണ് അല്ലേ. ദ ഫുൾ ഫോം ഓഫ് നാസ ഈസ് the National Aeronautics and Space Administration. The National Aeronautics and Space Administration. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോട്ട് ചെയ്യണം കേട്ടോ. അപ്പം നാസ എന്താണ്? US-ൻ്റെ ഒരു ഇൻഡിപെൻഡൻറ്റ് ഏജൻസിയാണ്. ഇതുപോലെയുള്ള റിസർച്ചിനും സ്പേസ് റിസർച്ചിനും ഒക്കെയുള്ളൊരു ഏജൻസിയാണ്. അപ്പോൾ കൽപ്പന ഏറ്റെടുത്ത ഒരു ചലഞ്ചാണ് അപ്ലൈയിങ് ടു നാസാസ് സ്പേസ് ഷട്ടിൽ പ്രോഗ്രാം. She was first hired as a research scientist at NASA. Hired means employed. So, she applied for NASA's space shuttle program and she got appointed as a research scientist at NASA. ഒരു റിസർച്ച് സയൻറ്റിസ്റ്റ് ആയിട്ട് കൽപ്പനയെ നാസയിൽ അപ്പോയിൻറ്റ് ചെയ്തു. In 1994, she was selected by NASA for training as an astronaut.
അപ്പോൾ 1994 ഒരു അസ്ട്രോനോട്ടായിട്ട് ഈ നാസ അവരെ സെലക്ട് ചെയ്തു. Fourth paragraph. When asked what it was like being a woman in her field, she replied, I really never ever thought while pursuing my studies or doing anything else that I was a woman or a person from a small city or a different country. I pretty much had my dreams like anyone else and I followed them. And people who were around me fortunately always encouraged me and said, if that is what you want to do, carry on. So she said that I really never ever thought while doing my studies or doing anything else that I was a woman or a person from a small city or a different country. I pretty much had my dreams like anyone else. എനിക്ക് എൻ്റേതായിട്ടുള്ള കുറച്ച് ഡ്രീംസ് ഉണ്ട്, മറ്റുള്ളവരൊക്കെ പോലെ തന്നെ എനിക്ക് എൻ്റെ കുറച്ച് ഡ്രീംസ് ഉണ്ട്. ആൻഡ് ഐ ഫോളോഡ് മൈ ഡ്രീംസ്. ആൻഡ് ഫോർച്ചുനേറ്റ്ലി, ഭാഗ്യവശാൽ, ദ പീപ്പിൾ ഹു വർ അറൗണ്ട് മീ ഓൾവേസ് എൻകറേജ്ഡ് മീ. അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ആളുകൾ എന്നെ എപ്പോഴും എൻകറേജ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്, എന്നെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ദേ സെഡ്, ഇഫ് ദാറ്റ്സ് വാട്ട് യു വാണ്ട് ടു ഡു, ക്യാരി ഓൺ. നിനക്ക് അതാണ് ചെയ്യണമെന്ന് തോന്നുന്നതെങ്കിൽ നീ അത് തുടരൂ എന്ന് പറഞ്ഞവരെന്നെല്ലാം എൻകറേജ് ചെയ്തിട്ടുണ്ട്. കൽപ്പനാസ് ഫസ്റ്റ് സ്പേസ് മിഷൻ ഇൻ ദ സ്പേസ് ഷട്ടിൽ കൊളംബിയ വാസ് 15 days 16 hours and 34 minutes ലോങ്. കൽപ്പനയുടെ ഫസ്റ്റ് സ്പേസ് മിഷൻ 15 ദിവസവും 16 മണിക്കൂറും 34 മിനിറ്റും നീണ്ടതായിരുന്നു. ഡ്യൂറിങ് ദിസ് ടൈം ഷീ വെൻറ്റ് അറൗണ്ട് ദ എർത്ത് 252 times, ട്രാവലിംഗ് 10.45 million kilometers. അപ്പം ഈ സമയത്ത് അവർ ഭൂമിക്ക് ചുറ്റും 252 times ട്രാവൽ ചെയ്തു. എത്ര കിലോമീറ്റേഴ്സ് ആയിരുന്നു? 10.45 million kilometers. Okay. The crew means the team. The crew included a Japanese and a Ukrainian astronaut. The crew performed experiments such as pollinating plants to observe food growth in space. അപ്പോൾ അവർ ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് ചെയ്തു. അപ്പോൾ എന്തൊക്കെയാണ്? ഒന്ന്, പോളിനേറ്റിംഗ് പ്ലാന്റ്സ് ടു ഒബ്സർവ് ഫുഡ് ഗ്രോത്ത് ഇൻ സ്പേസ്. സ്പേസിലെ ഫുഡ് ഗ്രോത്ത് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പോളിനേറ്റിംഗ് പ്ലാന്റ്സിനെ പോളിനേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു നോക്കി. ആൻഡ് ടെസ്റ്റ് ഫോർ മേക്കിംഗ് സ്ട്രോങ്ങർ മെറ്റൽസ് ആൻഡ് ഫാസ്റ്റർ കമ്പ്യൂട്ടർ ചിപ്സ്. All for a price tag of about $56 million. Sixth one, on the Saturday night, when the news about the Columbia disaster broke, there was shock and disbelief. അപ്പോൾ ഈ കൊളംബിയ ഡിസാസ്റ്ററിനെ കുറിച്ചിട്ട് അറിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഷോക്കായിപ്പോയി. എല്ലാവരും ആകെ ഷോക്കായി. പിന്നെ ആകെ എല്ലാവർക്കും വളരെ വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു പോയി. The town of Karnal spent a sleepless night as thousands of households stayed glued to their television sets in the hope that Kalpana and the crew had somehow survived. അപ്പോൾ കർണാലിലുള്ള ആളുകൾ അവർക്ക് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. അവരെല്ലാം ടെലിവിഷൻ്റെ മുന്നിൽ ഇരിക്കുകയായിരുന്നു. അവരൊക്കെ പ്രാർത്ഥിക്കുകയായിരുന്നു, എങ്ങനെയെങ്കിലും അവർ സർവൈവ് ചെയ്തിട്ടുണ്ടാവണേ, അവരെങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടാവണേ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുകയായിരുന്നു. A journalist wrote about Kalpana that she was a heroine. It takes enormous ability to become an astronaut. Enormous means extraordinary. So the journalist told that it takes extraordinary ability. So extraordinary ability is need to become an astronaut. You need to know a lot about everything, from biology to astrophysics. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയണം. എങ്ങനെ? ബയോളജി മുതൽ ആസ്ട്രോഫിസിക്സ് വരെ, അവിടെ നിന്ന് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് വരെ. അപ്പോൾ ഇത്രയും ഒരുപാട് നോളജ് നമുക്ക് ഉണ്ടാകണം ആസ്ട്രോനോട്ട് ആവണമെങ്കിൽ. അതൊരു എക്സ്ട്രാ ഓർഡിനറി എബിലിറ്റിയാണ്. ഇൻ ദിസ് ഏജ് ഓഫ് സൂപ്പർ സ്പെഷ്യലൈസേഷൻ യു മസ്റ്റ് ഹാവ് എൻസൈക്ലോപീഡിക് നോളജ് ടു ബി ആൻ ആസ്ട്രോനോട്ട്. അപ്പോൾ ഈ ഒരു കാലത്ത്, ഈ സൂപ്പർ സ്പെഷ്യലൈസേഷൻ്റെ കാലത്ത് ഒരു ആസ്ട്രോനോട്ട് ആവണമെങ്കിൽ എൻസൈക്ലോപീഡിക് നോളജ് ഉണ്ടാകണം. അപ്പോൾ ഈ കാലത്ത്, ഈ സൂപ്പർ സ്പെഷ്യലൈസേഷൻ്റെ കാലത്ത്
ഒരുപാട് നോളജ്, എൻസൈക്ലോപീഡിക് നോളജ് എന്ന് പറഞ്ഞാൽ ഒരു വാസ്റ്റ് നോളജാണ്. അപ്പോൾ ഈ വാസ്റ്റ് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് ആവശ്യമാണ് എന്നാണ് ഈ ജേർണലിസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവരുടെ അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇൻസ്പിറേഷനാണ്. ഓക്കെ. For millions of young Indians, the story of Kalpana Chawla, a girl from a small town who touched the skies, had become an inspiration. അപ്പോൾ ഒരുപാട് പേർക്ക്, ഒരുപാട് യങ് ഇന്ത്യൻസിന് ഈ കൽപ്പന ചൗള എന്ന ഈ ചെറിയ സിറ്റിയിൽ നിന്ന്, ഹരിയാനയിലെ ഒരു ചെറിയ കർണാൽ എന്ന സിറ്റിയിൽ നിന്ന് വന്ന കൽപ്പന ചൗളയുടെ ആ ചെറിയ സിറ്റിയിൽ നിന്ന് വന്ന് ആകാശം തൊട്ട എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹു ടച്ച് ദ സ്കൈസ്. ആ പെൺകുട്ടിയുടെ കഥ എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷനാണ്. ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സംതിങ് ഓർ സംവൺ ദാറ്റ് മേക്സ് സംവൺ ടു ഡു സംതിങ്. അപ്പം നമ്മളെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി നമ്മളെ പ്രചോദനം തരുന്ന, അല്ലേ? ഇപ്പോൾ കൽപ്പന ചൗളയുടെ കഥ നമുക്കെല്ലാം പ്രചോദനമാണ്. അവർ പറയുമ്പോൾ ഒരു ചെറിയ ടൗണിൽ നിന്നായിരുന്നു. ആ സമയത്ത് ഗേൾസിന് എഡ്യൂക്കേഷൻ പോലും ആരും അനുവദിച്ചു കൊടുക്കാത്തൊരു സമയമാണ്. അപ്പോൾ അതിനു വേണ്ടി ഫൈറ്റ് ചെയ്ത് അവർ ആദ്യം എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചു. അതിനുശേഷം ഷി വെൻറ്റ് ടു US ടു പെർസ്യൂ മാസ്റ്റേഴ്സ് ഡിഗ്രി, അല്ലേ? മാസ്റ്റേഴ്സ് നേടാൻ വേണ്ടി US പോയി. സോ യു ക്യാൻ ഇമാജിൻ ഹൗ ഷീ ഫോട്ട് വിത്ത് ഹർ പാരൻസ് ആൻഡ് വിത്ത് ദ സൊസൈറ്റി, അല്ലേ? ആ സമയത്ത് അമേരിക്കയിലൊക്കെ പോകണമെങ്കിൽ എത്രത്തോളം അവർ ഫൈറ്റ് ചെയ്തിട്ടുണ്ടാകും. അതിനുശേഷം ഷീ പെർസ്യൂഡ് PhD, അല്ലേ? PhD നേടി, പിന്നെ അസ്ട്രോനോട്ടായി. അതിനുശേഷം നാസയിൽ ജോയിൻ ചെയ്തു. സോ ഹർ സ്റ്റോറി ഈസ് ആൻ ഇൻസ്പിറേഷൻ ടു ഓൾ ഓഫ് അസ്. അവരുടെ സ്റ്റോറി നമുക്കെല്ലാം ഒരു ഇൻസ്പിറേഷനാണ്. In a message that she sent from aboard the space shuttle Columbia to students of her college in Chandigarh, Kalpana said, "The path from the dreams to success does exist. May you have the vision to find it, the courage to get onto it. Wishing you a great journey. There will surely be many who start off on this journey to fulfill their dreams." So, what did she say? എന്താണ് അവർ പറഞ്ഞത് നമുക്ക് നോക്കാം. The path from dreams to success does exist. May you have the vision to find it, the courage to get onto it. അപ്പോൾ ഡ്രീംസിൽ നിന്ന്, സ്വപ്നങ്ങളിൽ നിന്ന് വിജയത്തിലേക്കുള്ളൊരു വഴി ഉണ്ട് എന്നാണ് കൽപ്പന പറഞ്ഞത്. There is a way from dreams to success. There is a way from dreams to success. So we have to dream. We have to dream about our future. We have to dream about our goal. നമ്മുടെ ഗോളിനെ കുറിച്ച്, നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഒക്കെ നമുക്ക് സ്വപ്നം കാണണം. പക്ഷെ വെറുതെ സ്വപ്നം കണ്ടുകൊണ്ട് കാര്യമുണ്ടോ? നോ. വി ഹാവ് ടു ഫൈൻഡ് ദ വേ ടു സക്സസ്. നമ്മൾ വിജയത്തിലേക്കുള്ള വഴി കൂടി നമ്മൾ കാണണം, അല്ലേ? മേ യു ഹാവ് ദ വിഷൻ ടു ഫൈൻഡ് ഇറ്റ്. നിങ്ങൾക്ക് ആ വഴി, ആ പാത്ത്, ആ വേ കണ്ടുപിടിക്കാനുള്ള വിഷൻ, കാഴ്ച കൂടി ഉണ്ടാവണം. You have to find out the way. May you have the vision to find the path. The courage to get onto it. അത് കണ്ടാൽ മാത്രം പോരാ, ആ വഴി നമ്മൾ കണ്ടുപിടിച്ചാൽ മാത്രം പോരാ. May you have the courage to get onto it. ആ വഴിയിലേക്ക് കടക്കാനുള്ള ധൈര്യം കൂടി നമുക്ക് ആവശ്യമാണ്. Wishing you a great journey. അപ്പോൾ ഇതാണ് കൽപ്പന കൊടുത്ത മെസ്സേജ്. There will surely be many who start off on this journey to fulfill their dreams. അപ്പോൾ ഈ വാക്കുകൾ കേട്ടിട്ട് ഒരുപാട് ആളുകളുണ്ടാകും ഇതുപോലെ നമ്മുടെ സ്വപ്നങ്ങളെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി, നമ്മുടെ സ്വപ്നങ്ങളൊക്കെ നേടാൻ വേണ്ടിയിട്ട് ഇതുപോലെ പുറപ്പെട്ട പലരും ഉണ്ടാകും. കൽപ്പന പറഞ്ഞ കോട്ടിൻ്റെ പൂർണ്ണ രൂപമാണിത്. സോ ദിസ് ഈസ് ദ കോട്ട് സെറ്റ് ബൈ കൽപ്പന ചൗള. ദ പാത്ത് ഫ്രം ഡ്രീംസ് ടു സക്സസ് ഡസ് എക്സിസ്റ്റ്. സ്വപ്നത്തിൽ നിന്ന് വിജയത്തിലേക്കുള്ള വഴി ശരിക്കുമുണ്ട്. മേ യു ഹാവ് ദ വിഷൻ ടു ഫൈൻഡ് ഇറ്റ്. ആ വഴി കണ്ടുപിടിക്കാനുള്ള കാഴ്ച നിങ്ങൾക്കുണ്ടാവട്ടെ. ദ കറേജ് ടു ഗെറ്റ് ഓൺ ടു ഇറ്റ്. ആ വഴിയിലേക്ക് കടക്കാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടാവട്ടെ. ആൻഡ് ദ പെർസിവറൻസ് ടു ഫോളോ ഇറ്റ്. പെർസിവറൻസ് എന്ന് പറഞ്ഞാൽ സ്ഥിരോത്സാഹം. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ട്രൈ ചെയ്യണം, അല്ലേ? ആൻഡ് ദ പെർസിവറൻസ് ടു ഫോളോ ഇറ്റ്. അതിനെ തുടരാനുള്ള സ്ഥിരോത്സാഹവും നമുക്ക് ഉണ്ടാവട്ടെ.
Wishing you a great journey. So this is the message from Kalpana Chawla to the young women in the society. സൊസൈറ്റിയിലുള്ള ചെറുപ്പക്കാരായിട്ടുള്ള പെൺകുട്ടികൾക്ക് കൽപ്പന കൊടുത്ത മെസ്സേജ് ഇതാണ്. ഓക്കെ, നൗ വി ക്യാൻ ഗോ ടു ദ വർക്ക്സ്. വർക്കിംഗ് വിത്ത് ദ ടെക്സ്റ്റ്. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. So here there are 6 questions. You have to read the questions well and you have to find out the answers from the story. ഈ കഥയിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ആൻസേഴ്സ് കണ്ടുപിടിക്കണം. ഇപ്പോൾ ബ്രാക്കറ്റിൽ ഏത് പാരഗ്രാഫിലാണ് ഇതുള്ളതെന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് വെച്ചത് കണ്ടുപിടിച്ചിട്ട് അത് എഴുതണം. B section. Read the newspaper report to find the following facts about Columbia's ill-fated voyage. അപ്പോൾ ഈ അവരുടെ യാത്രയെക്കുറിച്ച്, ആ ട്രാജഡിയാണ് അല്ലേ, ആ ട്രാജഡിയെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ. ഇത് ഫില്ല് ചെയ്യാണ് നമ്മൾ വേണ്ടത്. ആ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നിങ്ങൾ വായിച്ചു നോക്കണം, എന്നിട്ടിത് ഫില്ല് ചെയ്യണം. വർക്കിംഗ് വിത്ത് ലാംഗ്വേജ്. മാച്ച് ദ ഫോളോയിങ്. അപ്പോൾ ഇതും ആ സ്റ്റോറിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. അതെന്ത് ചെയ്യണം? നിങ്ങൾ മാച്ച് ചെയ്യണം. ഫസ്റ്റ് കോളത്തിൽ എന്തൊക്കെയാണുള്ളത്? അൺപ്രസിഡൻറ്റഡ് സ്പേസ് ട്രാജഡി. സെക്കൻഡ് വൺ സർട്ടിഫൈഡ് ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടർ. തേർഡ് വൺ സ്പേസ് മിഷൻ. ഫോർത്ത് വൺ സൂപ്പർ സ്പെഷ്യലൈസേഷൻ. ഫിഫ്ത്ത് വൺ എൻസൈക്ലോപീഡിക് നോളജ്. സിക്സ്ത് വൺ ഓ ഇൻസ്പയറിംഗ്. സെവൻത്ത് വൺ ഇൻ ദിസ് ഏജ്. നൗ യു ഹാവ് ടു മാച്ച് ദ സെൻറ്റൻസസ് വിത്ത് ദീസ് സെൻറ്റൻസസ്. ഈ സെൻറ്റൻസസിനെ വെച്ചിട്ട് അടുത്ത കോളത്തിൽ സെൻറ്റൻസായിട്ട് നിങ്ങൾ മാച്ച് ചെയ്യണം. യൂസ് ദീസ് ഫ്രേസസ് ഇൻ സെൻറ്റൻസസ് ഓഫ് യുവർ ഓൺ ആഫ്റ്റർ ഫൈൻഡിങ് ഔട്ട് ദെയർ മീനിങ്സ്. അപ്പോൾ ഇവിടെ കുറച്ച് ഫ്രേസസ് ഉണ്ട്. അപ്പോൾ ഈ ചില ഫ്രേസസൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. നമ്മൾ ഈ സ്റ്റോറി പറഞ്ഞു വന്നപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ചില ഫ്രേസസ് ആണ്. അപ്പോൾ ഈ ഫ്രേസസിൻ്റെ മീനിങ്സ് നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തതുണ്ട്, നിങ്ങൾ എഴുതിയാൽ മതി ഇതിൻ്റെ മീനിങ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? യു ഹാവ് ടു മേക്ക് സെൻറ്റൻസസ് ഓഫ് യുവർ ഓൺ. അപ്പം നിങ്ങൾ സ്വന്തമായിട്ട് ഈ വാക്കുകൾ വെച്ചിട്ട് സെൻറ്റൻസസ് ഉണ്ടാക്കണം. അപ്പോൾ ഇതിൻ്റെ മീനിങ്സൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. നിങ്ങൾ ഈ വീഡിയോ ഒന്നുകൂടി കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ മീനിങ്സൊക്കെ കിട്ടും. ഓക്കെ, സി വി ആഡ് അൺ ടു മേക്ക് ഓപ്പോസിറ്റ്സ്. അപ്പോൾ ചില വാക്കുകൾക്ക് ഫോർ സം വേർഡ്സ് വി വിൽ ആഡ് അൺ ടു മേക്ക് ഓപ്പോസിറ്റ്സ്. അപ്പോൾ ആ വാക്കുകളുടെ ഓപ്പോസിറ്റ്സ് കിട്ടാൻ വേണ്ടി നമ്മൾ ചില വാക്കുകൾക്ക് അൺ എന്നല്ല, നമ്മൾ UN എന്നേ പറയാൻ പാടുള്ളൂ. അപ്പോൾ UN എന്നുള്ള ഇത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ആഡ് UN to the words below to make their opposites. Then look up the meanings of the words you have formed in the dictionary. അപ്പോൾ ഇവിടെ കുറച്ച് വേർഡ്സ് ഉണ്ട്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? യു ഹാവ് ടു ആഡ് UN. നിങ്ങൾ ഈ വാക്കുകൾക്കൊക്കെ UN ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ്സ് ആക്കി മാറ്റണം. മനസ്സിലായോ? എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങളിപ്പോൾ ഉണ്ടാക്കിയ വാക്കുകളുണ്ടല്ലോ, UN വെച്ച് നിങ്ങൾ ആഡ് ചെയ്ത് ഉണ്ടാക്കിയ വാക്കുകളില്ലേ, അവയുടെ മീനിങ്സ് നിങ്ങൾ ഡിക്ഷണറിയിൽ നോക്കി കണ്ടുപിടിച്ച് ഇവിടെ എഴുതണം. ഓക്കെ, സോ പ്ലീസ് ഡു ദ ഹോംവർക്ക്സ് ആൻഡ് സെൻഡ് ദം ടു മീ. സീ യു ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്.